വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഇന്ന് ഫ്രീ ആണ് കേട്ടോ. രണ്ടുപേർക്കും വർക്കില്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഫ്രീ ആയതുകൊണ്ട് നമ്മളിന്ന് അമ്പലത്തിൽ പോയായിരുന്നു. തൃക്കാക്കര ടെമ്പിളിലാട്ടോ പോയത്. അവിടെ പോയി ഒരു ഈവനിങ് ഒരു 6:30 കഴിഞ്ഞ ശേഷം 6:45 ഒക്കെ ആയതിനു ശേഷം നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് ചായ കുടിച്ചിട്ടില്ല, ഇന്ന് ചായ കുടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞ് പഴംപൊരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളെടുത്തൊരു വീഡിയോ കേട്ടോ. കാരണം ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വേറെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചായ കുടിക്കുമ്പോൾ ഈ പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ എടുത്തൊരു കുഞ്ഞു വീഡിയോ കേട്ടോ. ഇപ്പോൾ സാധാരണ നമ്മൾ കുറേ കാലമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഷോർട്സ് നമ്മൾ ഡെയിലി ഇപ്പോൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് വലിയ ലോങ് വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല, ഒരു 5 മിനിറ്റ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താൽ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോ ചുമ്മാ എല്ലാവർക്കും അറിയുന്നൊരു പരിപാടിയായിരിക്കുമല്ലോ ഈ പഴംപൊരി ഉണ്ടാക്കുക. എൻ്റെ കുക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു സാധനം ഉണ്ടാക്കാൻ അറിയണ്ടായില്ല കേട്ടോ. ഒരു സാധനം പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കാൻ അറിയണ്ടായിരുന്നില്ല. ഞാൻ കല്യാണത്തിന് മുന്നേ അമ്മ ഉണ്ടാക്കുമ്പോൾ അമ്മേനെ പോലും സഹായിക്കാൻ പോകാറില്ല, ആ വഴിക്ക് ഞാൻ പോകാറില്ല. പിന്നെ എനിക്ക് ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് ഞാൻ. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ആൾക്കാരും പറയുന്നുണ്ട് രസമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നമുക്കൊരു സന്തോഷം വരില്ലേ. അങ്ങനെ സന്തോഷം കൊണ്ട് മാത്രമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് ഒത്തിരി ഫെയിലായി പോകാറുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ പായസമൊക്കെ വെച്ചിട്ട് പായസം ഭയങ്കര കയ്പ്പായിരുന്നു ഗൈസ്. ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ പായസം, കയ്പ്പുള്ള പായസം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. കാരമലൈസ് ചെയ്ത സമയത്തുണ്ടായ ആ പ്രശ്നം, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ പാളിപ്പോയ സംഭവം കണ്ടിട്ടോ. അങ്ങനെ പാളിപ്പോയിട്ട് ഞാൻ കളഞ്ഞിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പാളിപ്പോവാണ്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തെറ്റ് നമുക്ക് മനസ്സിലാവും, ചെയ്യുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുക. അങ്ങനെ എനിക്ക് മനസ്സിലായി. ലൈക്ക് നമുക്കിനി അധികം തന്നെ ഈ ഷുഗർ അധികം കാരമലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഓവർ കാരമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കഴിക്കുന്നുള്ളത് എനിക്ക് മനസ്സിലായി. സോ ഇങ്ങനെയുള്ള കുറേ ടിപ്സൊക്കെ നമുക്കിങ്ങനെ തെറ്റുന്നതാണല്ലോ മനസ്സിലാവുക. അതുപോലെ മൈദയിൽ ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല, ഒഴിച്ചാൽ അങ്ങനെ ഒട്ടിപ്പോവും. അതൊന്നും എനിക്കറിയണ്ടായില്ല. ഞാൻ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മൈദ മൊത്തം കളയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ പഠിച്ചതാട്ടോ. ഞാൻ എൻ്റെ ഇങ്ങനെ ജോലിയൊന്നും അമ്മേനെ ഹെൽപ്പ് ചെയ്യാത്തപ്പോൾ പല ആൾക്കാരും പറഞ്ഞത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. പല ആൾക്കാരും എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഞാൻ എൻ്റെ മക്കളെ ഇങ്ങനെ വളർത്തത്തില്ല, അവർക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കും, നിന്നെ പോലെ ആക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. കല്യാണത്തിന് മുന്നേ അങ്ങനെ പഠിക്കണം അങ്ങനത്തെ സംഭവമൊന്നുമില്ല. നമ്മളിങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് പഠിച്ചോളൂ കേട്ടോ. അതിന് മുന്നേ പഠിക്കേണ്ട, ആരും പഠിക്കേണ്ട. കാരണം എനിക്ക് എൻ്റെ ABCD അറിയേണ്ടതില്ല. ഇപ്പോഴാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വരുന്നത്. അതുപോലെ ഇപ്പോഴാ സമയമാകുമ്പോൾ പഠിച്ചാൽ മതി. അങ്ങനെ ഞാൻ ഇന്ന് പഴംപൊരി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ എനിക്കറിയാം. പിന്നെ സാധാരണ രീതിക്ക് നമ്മളെ വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റ് വന്നാൽ ഞാൻ ഫുഡ് ഉണ്ടാക്കാറില്ല കേട്ടോ. ഞാൻ അപ്പോൾ ഓർഡർ ചെയ്യത്തുള്ളൂ. കാരണം ഒന്നുമില്ല, എനിക്ക് അങ്ങനെ ഒരു ഗസ്റ്റിനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ധൈര്യമായിട്ട് എനിക്ക് വന്നിട്ടില്ല. അപ്പോഴൊക്കെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുക. ഇപ്പോൾ ഫ്രണ്ട്സ് വന്നാൽ ആരും വന്നാലും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കസിനോട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ അനിയൻ. അപ്പോൾ അവൻ നാട്ടിൽ പോയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊരു ഉത്സവം നടക്കുന്നുണ്ട് കേട്ടോ. ഒരു വലിയ ഉത്സവം തന്നെയാണ്. അപ്പോൾ അതിന് പോവാത്ത പ്രശ്നത്തിൽ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഇരുന്നിട്ട് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഈ ലൈവ് കാണുന്നതാണ് കൊണ്ട് തന്നെ ഞാനത് മ്യൂട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ആളിങ്ങനെ പറയുക അങ്ങനെ ഒരു പരിപാടി ഇല്ല, അങ്ങനെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇന്ന് എന്നാൽ പഴംപൊരി തന്നെ ആക്കാമെന്നൊക്കെ വിചാരിച്ച് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുമ്പം കൂടി ഇനി എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല. അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കൊരു ബിസിനസ് ഉണ്ട്. അത് ഓൺലൈൻ ബൊട്ടീക്ക് രീതിക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ല നമ്മൾ ഹോൾസെയിലായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്പറും ഇൻസ്റ്റയുടെ പേജും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഓണത്തിന് നമ്മൾ ഈ സാരീസ്, സെറ്റുമുണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഓണം, വിഷു എപ്പോഴും ഉണ്ട്. നമുക്കത് ഹോൾസെയിലായിട്ട് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇനി വിഷു വരാൻ പോവുകയാണല്ലോ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ ഷോപ്പിലേക്കൊക്കെ നിങ്ങൾക്ക് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റീസെല്ലേഴ്സിനും ഇതുപോലെ വീട്ടിൽ വെച്ച് ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് സാധനം തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പേജൊക്കെ മെൻഷൻ
പിന്നെ നമ്മളൊരു കാര്യം കൂടി വിട്ടുപോയി, നമ്മൾ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രൈഡൽ ബ്ലൗസ് ആയാലും സാരീസ് എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വർക്ക് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് വേണമെന്നുള്ളവരും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിക്ക് നമ്മൾ ചെയ്തു തരും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണ്ടവരും എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സാപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടോ. സാധാരണ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, കുക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ഭയങ്കര അലമ്പാക്കിയിട്ട് കേട്ടോ. ഇപ്പോൾ ഒരു എന്തെങ്കിലും കുക്ക് ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾ കുറേ പാത്രങ്ങളൊക്കെ എടുത്ത് പുറത്തേക്കും. എന്നിട്ട് പിന്നെ അതിലൊക്കെ എന്നോട് പറയും, ഇതെൻ്റെ കുക്കിങ്ങാണ്, അപ്പോൾ നീ നിനക്കൊന്നും പറയാൻ പറ്റില്ല, നീ മിണ്ടാണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ അലമ്പാക്കിയിരുന്നത് കൊണ്ട് തന്നെ മിക്കതും ഞാൻ കഴിയുന്നതും വിളിക്കാറില്ല കേട്ടോ. പക്ഷേ എനിക്ക് ചില സമയത്ത് മൂടില്ലാത്ത സമയത്ത് ഞാൻ പറയും ഒന്ന് കുക്ക് ചെയ്തോ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ആളും കൂടെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം നമ്മളൊന്നല്ല ഒറ്റയ്ക്ക് ചെയ്യേണ്ട അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല, ആളും കൂടെ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഭയങ്കര ഉപകാരം കേട്ടോ. അങ്ങനെ ചെയ്യാതിരിക്കരുത് എന്നാണ് എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ വൈഫിനൊക്കെ ഹെൽപ്പ് ചെയ്യണം. അതുപോലെ ഈക്വലായി ഷെയർ ചെയ്തിട്ട് തന്നെ പോകണം കേട്ടോ. അതൊക്കെ തന്നെയാണ് ഒരു രസം എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി. ഇന്ന് നമ്മൾ നൈറ്റ് ഫുഡ് വെച്ചിട്ടില്ല കേട്ടോ. നൈറ്റ് ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകാണ്ട് കേട്ടോ. സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ലേറ്റ് ആവുകയാണെങ്കിൽ പുറത്തുനിന്ന് കഴിക്കും, ഇല്ലെങ്കിൽ നമ്മൾ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും കേട്ടോ. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കിയ സമയത്ത് മാവ് കുറച്ച് കൂടുതലായി. അപ്പം ഞാൻ വീണ്ടും ഒരു പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പഴം കൂടി എടുത്തിട്ട് അരിയാണ് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ കയ്യിൽ വെച്ചിട്ട് അരി അറിയില്ല, അതാണ് ഞാൻ ഈ കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് അരിയുന്നത്. അങ്ങനെ പഴംപൊരി കാണാനൊക്കെ ഭംഗിയിട്ടില്ല ഗൈസ്. അങ്ങനെ പഴംപൊരിയൊക്കെ റെഡിയായി കേട്ടോ. അങ്ങനെ പഴംപൊരിയും ചായയും റെഡിയായി. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഒരുമിച്ച് കഴിച്ചു, ചായയും കുടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും പറയുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.